ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ഒരു 10-40 മിനിറ്റ് ആയിട്ട് ആര്യനും ഒനീലും തമ്മിൽ ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യായ വാഗ്വാദം കേട്ടോ. അത് 10-40 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആര്യൻ കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഒന്നാമത് ആര്യന് മലയാളം കഷ്ടിച്ചാണ് അറിയാവുന്നത്. ആ അറിയാവുന്ന മലയാളം വെച്ചിട്ട് ആര്യൻ ഒപ്പിച്ച് പിടിച്ചു വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒനീലാണെങ്കിൽ ടിപ്പിക്കൽ ഫോട്ടോ വെച്ചിക്കാരൻ. ഒനീൽ അടപ്പിച്ച് അവിടെ അടിച്ചിരുത്തുന്നുണ്ട്. ആ ലെവല് ഡയലോഗുകൾ ഒനീൽ അടിക്കുന്നുണ്ട്. നിന്നെ ഞാൻ അടക്കും ഞാൻ, പിന്നെ നീ മുലകൂടി മാറാത്ത പയ്യനാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ അവിടെ ഇരുത്തുന്നുണ്ട്. പകുതി കാര്യങ്ങൾ ആര്യന് മനസ്സിലാവുന്നില്ല. ഈ മുലകൂടി മാറാത്ത പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ എന്തുവാ ഇത് പറഞ്ഞ, അതിന്റെ അർത്ഥം എന്താണെന്ന് ആര്യൻ ഒനീലിനോട് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാലോ അത് ഒനീലിന് തന്നെ മാസമായിട്ട് വരുന്നൊരു സാധനമാണ്. അപ്പം ഒനീൽ എന്നിട്ട് പറയുന്നുണ്ട്, നീ എണീറ്റ് പോവാണല്ലോ, അപ്പൊ ഞാൻ ഇവിടെ ഇരുപ്പി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ മട്ടൻ പീസിന്റെ അതേ ഫൈറ്റ് തന്നെയാണ്. ഷാനവാസിനെ കൂടാതെ അവിടെ പീസ് എടുത്താകെ ആര്യൻ മാത്രമേ ഉള്ളൂ. ഒനീല് ആര്യന്റെ പക്ഷത്ത് തന്നെയായിരുന്നു. പിന്നീട് ഇവര് തമ്മിൽ ഇങ്ങനെ 1-2 പറഞ്ഞ് ഫൈറ്റ് ആയതാണ്. തെണ്ടേന്ന് വിളിക്കുന്നുണ്ട് ആര്യൻ. അപ്പൊ ആ ഒരു ഇതൊക്കെ പിടിച്ച് ഫൈറ്റ് ആവുന്നതാണ്. പിന്നെ ഒനീല് ഭയങ്കരമായ രീതിയിൽ മാസ് അടിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ടിപ്പിക്കൽ ഫോട്ടോ വെച്ച് സ്ലാങ്ങിൽ അറിയാമല്ലോ, ആ ഒരു സ്ലാങ്ങിൽ ഇരുന്നങ്ങ് മാസ് അടിക്കുന്നുണ്ട്. ഒനീൽ എന്ത് പറഞ്ഞാലും മാസായി പോവുകയാണ്. കാരണം ആര്യൻ പേടിക്കുന്നുണ്ട്. ആര്യൻ പേടിച്ചിട്ട് അവിടെ വരണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എണീറ്റ് പോകുന്നുണ്ട്. ആര്യന് നിന്ന് വാദിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം പരിമിതമായിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. ജിസേലിനേക്കാൾ നന്നായിട്ട് അറിയാന്ന് പറഞ്ഞാലും ആര്യൻ എത്രയൊക്കെയാണല്ലോ അത് നോൺ മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒനീലിന്റെ അടുത്തൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് അത്രയും ആ ലെവല് വേണം. ഒനീൽ അവിടെ അനീഷിന്റെ അടുത്തേക്ക് പോയാൽ അത് വേറെ കാര്യം, അത് വേറെ ലീഗാണ്. അപ്പം ഒനീല് മാക്സിമം സ്കോർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൈറ്റിനകത്ത്. എന്റർടൈനിങ് ആണ് ഇത് കണ്ടിരിക്കാൻ കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല എന്റർടൈനിങ് ആണ്, ചിരിച്ചൊരു വഴിയായി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.